My dear friends, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, even at this time it is such a joy for me to share the word of God. ഇപ്പോൾ നിങ്ങളോട് സർവ്വശക്തനായ ദൈവത്തിന്റെ വചനങ്ങൾ പങ്കിടുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. In Deuteronomy 13 and verse 4, ആവർത്തന പുസ്തകം 13 4 വാക്യത്തിൽ we read in that verse, "It is the Lord your God that you must follow, and him you must revere. Keep his commandments and obey him, serve him and hold on to him." അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. God expects you to only obey him. നിങ്ങൾ ദൈവത്തെ മാത്രം അനുസരിക്കണമെന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം. There was a boy, young boy, ഒരിടത്ത് ഒരു യുവാവ് ജീവിച്ചിരുന്നു. and one day he asked his father, ഒരു ദിവസം അവൻ തന്റെ പിതാവിനോട് ഇപ്രകാരം ചോദിച്ചു: "Father, I want half my share. പിതാവേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങയുടെ സ്വത്തിൽ പാതി എനിക്ക് ഇപ്പോൾ തന്നെ തരണം. I want to go away." ഞാൻ ഇവിടെ നിന്ന് ദൂരദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. So the father had no other choice and he gave the money to him. ഒടുവിൽ പിതാവ് അവൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ തന്റെ സ്വത്തിൽ പാതി അവന് നൽകി. He enjoyed the pleasures of the world. അവൻ ഇഹലോകത്തിലെ സുഖങ്ങൾ ആവോളം ആസ്വദിച്ചു. But at last all the money got over. എന്നാൽ ഒടുവിൽ അവന്റെ പക്കലുള്ള പണമെല്ലാം തീർന്നുപോയി. He thought, അവൻ ഇപ്രകാരം ചിന്തിച്ചു: even if now I go back to my father's house, I can work as a slave there. ഇപ്പോൾ ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകുകയാണെങ്കിൽ ഒരു അടിമയെ പോലെ എനിക്ക് അവിടെ ജോലി ചെയ്യാം. When he thought that, and he was going on his way to his house, അവൻ അപ്രകാരം ചിന്തിച്ച് തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് യാത്രയായപ്പോൾ, and when he came near to his house, അവൻ തന്റെ പിതാവിന്റെ ഭവനത്തിനടുത്തെത്തിയപ്പോൾ his father was sitting outside his house. അവന്റെ പിതാവ് ഭവനത്തിന്റെ പുറത്ത് ഇരിക്കുകയായിരുന്നു. Immediately when his father saw him from afar, അവന്റെ പിതാവ് വളരെ ദൂരത്ത് നിന്ന് തന്നെ അവനെ കണ്ടു. so he went and hugged his son, പിതാവ് അവന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്തു. and immediately he asked his servants to bring a new robe. ഉടനടി ആ പിതാവ് തന്റെ വേലക്കാരോട് തന്റെ മകനു വേണ്ടി ഒരു പുതിയ വസ്ത്രം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. And he asked them to clothe him and to feed him. അവനെ നല്ല വസ്ത്രം ഉടുപ്പിച്ച് അവന് നല്ല ഭക്ഷണം കൊടുക്കുവാൻ ആ പിതാവ് തന്റെ വേലക്കാരോട് കൽപ്പിച്ചു. Shall we all pray, my friends? സ്നേഹിതരെ, നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. Just submit yourselves to God. പൂർണ്ണമായി നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവിൻ. And today he will fill you. ഇന്ന് ദൈവം നിങ്ങളെ തീർച്ചയായും നിറയ്ക്കും. Say, Lord, ദൈവത്തോട് പറയുവിൻ: I want to obey you. ദൈവമേ, ഞാൻ അങ്ങയെ അനുസരിക്കും. Help me for that, Lord. അങ്ങയെ അനുസരിക്കുവാൻ എന്നെ സഹായിക്കണമേ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.